ശ്രീറാമിലെ ബിജെപി വിടുന്നു. 5 പേജുള്ള രാജിക്കത്ത് ദേശീയ നേതൃത്വത്തിന് കൈമാറി. അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തി. അനുനയ ശ്രമം തുടർന്ന് ബിജെപി. കൊച്ചി കലൂരിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയ പെൺകുട്ടികൾക്ക് നേരെ യുവാക്കളുടെ സംഘത്തിന്റെ ആക്രമണം. നെഞ്ചിൽ ചവിട്ടേറ്റ പെൺകുട്ടിയുടെ നില ഗുരുതരം. അക്രമി സംഘത്തിലെ 3 പേർ അറസ്റ്റിൽ. പെൺകുട്ടികളെ ആക്രമിച്ച ശേഷം സംഘം പോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്ത്. മൊഴിയെടുക്കുമ്പോൾ പോലീസുകാരൻ അധിക്ഷേപിച്ചെന്നും പരിക്കേറ്റ പെൺകുട്ടിയുടെ സുഹൃത്ത്. കൊച്ചി മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിൽ ഗുണ്ടാ നേതാവ് ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പരാതിക്കാരി. സെക്സ് റാക്കറ്റിനെതിരെയുള്ള പരാതി പിൻവലിക്കണമെന്ന ആവശ്യം. ആരോപണം ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെതിരെ. സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. സംസ്ഥാനത്ത് മഴ കൂടുതൽ കനക്കുന്നു. ഇന്ന് 3-ഉം നാളെ 4 ജില്ലകളും ഓറഞ്ച് അലേർട്ട്. മറ്റന്നാൾ കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് അറിയിപ്പ്. പിണറായിയുടെ വീട്ടിലെ റെയ്ഡിനിടെ നടന്ന ആക്രമണത്തിൽ നേതാക്കളെയും പ്രതി ചേർക്കണമെന്ന് ED. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ കൂടി അറിവോടെ. കേസിൽ കക്ഷി ചേരാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവ് ശേഖരണം തുടങ്ങി. വിലക്കയറ്റത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് 16-ാം നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയം. വിലക്കയറ്റമുണ്ടെന്ന് ഭാഗികമായി ശരിയാണെന്ന് മുഖ്യമന്ത്രി. നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക നികുതി വേണ്ടെന്ന് നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പൊ തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം ഇറക്കുമെന്ന് പറഞ്ഞ് ഉമ്മാക്കി കാട്ടേണ്ടെന്ന് പിണറായി വിജയൻ. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ടിനി ടോമിനെതിരെ പോലീസിൽ പരാതി നൽകിയ അൻസിബ. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പരാതിയിൽ. നടി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനോടും മൊഴി നൽകാൻ ഹാജരാകാൻ പോലീസ്. അൻസിബയ്ക്ക് പിന്തുണയുമായി ആസിഫ് അലിയും അജു വർഗീസും. തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. മമതയെ വെല്ലുവിളിച്ച് MLA-മാർ. 50 MLA-മാർ MLA ഹോസ്റ്റലിൽ പ്രത്യേക യോഗം ചേർന്നു. MLA-മാരെ നേരിട്ട് കാണാൻ ശ്രമിച്ച മമത. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ് ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ജന്തർ മന്ദറിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ സംസാരിക്കും. ജൂൺ 6 ദില്ലിയിലെത്തും. സമരത്തിൽ അണിചേരാൻ യുവാക്കളോട് ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ ആവശ്യം. അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. എല്ലാ ചർച്ചകളും ഇറാൻ നിർത്തിവെച്ചതായി ഇറാനിയൻ മാധ്യമം. വെടിനിർത്തൽ ലംഘനത്തിന്റെ അനന്തരഫലങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും ഉത്തരവാദികളെന്ന് ഇറാൻ. ഉത്തര ഇസ്രായേലിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോവാൻ ഇറാന്റെ അന്ത്യശാസനം.